ഹലോ നമസ്കാരം. മഴതോരും മുമ്പയുടെ വരാൻ പോകുന്ന ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ വൈജിയെ ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റുന്നുണ്ട്. ആ സമയത്ത് എന്താണെങ്കിലും കൂടെ നിൽക്കാൻ ഒരാൾ വേണമല്ലോ, അതൊരു ലേഡി തന്നെ വേണം താനും. അതുകൊണ്ട് ആര് നിർത്തും എന്നുള്ളൊരു സംശയം ഇങ്ങനെ വരികയാണ്. ആ സമയത്ത് ബാലചന്ദ്രന് സംശയമൊന്നുമില്ല, അലീനയെ കൊണ്ടുവന്ന് നിർത്താമെന്ന് തന്നെ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോള് തനിച്ചാകുമെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ബാലചന്ദ്രൻ വീട്ടിലേക്ക് ചെന്നാൽ മതിയല്ലോ, അപ്പോൾ ആ ഒരു പ്രശ്നവും സോൾവ് ആയിട്ടുണ്ട്. അങ്ങനെ അലീനയെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ബൈസ്റ്റാൻഡറായിട്ട് അലീനയാണ് കൊണ്ടുവരുന്നത്. അലീനയ്ക്കാണെങ്കിൽ ഇതിൽ പരം സന്തോഷം വേറെ ഇല്ല. അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേറെ സന്തോഷം വേറെ ഒന്നും അലീനയ്ക്ക് ഇനി കിട്ടാനില്ല. കാരണം അമ്മയെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്നല്ലാതെ അമ്മ ആകെ അലീനയെ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് തല്ലാനായിട്ട് മാത്രമാണ്. അപ്പോൾ അതിനൊക്കെ പകരം ചെയ്യാനല്ല, അമ്മയെ ഒന്ന് തൊടാം, അമ്മയെ പരിചരിക്കാം എന്നൊക്കെയുള്ള ആ ഒരു സന്തോഷമാണ് അലീനയ്ക്കുള്ളത്. അങ്ങനെ അലീന സന്തോഷത്തോട് കൂടിയിട്ടാണ് സമ്മതിക്കുന്നത്. ബാലചന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് എനിക്ക് സന്തോഷമില്ലേ ഉള്ളൂ അച്ഛാ, അമ്മയെ പരിചരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ പരം വേറെ സന്തോഷം എന്താണുള്ളത്, എൻ്റെ അമ്മയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് ബാലചന്ദ്രനോട്. നീ ഒരുപാട് കിടന്ന് തുള്ളൊന്നും വേണ്ട, ഞാനാണ് നിൻ്റെ അച്ഛൻ, എൻ്റെ ഭാര്യയെ പരിചരിക്കാനാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്, അല്ലാതെ നിൻ്റെ അമ്മയെ പരിചരിക്കാനല്ല എന്ന് പറയാണ് ബാലചന്ദ്രൻ ആ സമയത്ത്. കാരണം അലീനയ്ക്ക് നമ്മുടെ വൈജിയോട് ഭയങ്കര സ്നേഹമൊക്കെ കൂടുതലാവുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടച്ച് കൂടുതലായി കഴിഞ്ഞാൽ ഒക്കെ ബാലചന്ദ്രൻ അത് സഹിക്കാൻ പറ്റത്തില്ല. കാരണം ബാലചന്ദ്രൻ അലീനയെ സ്വന്തം മകളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഞാൻ എന്നും അച്ഛൻ്റെ മോള് തന്നെയായിരിക്കും, അച്ഛൻ കഴിഞ്ഞിട്ട് എനിക്ക് ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവത്തുള്ളൂ എന്ന് പറയാം കേട്ടോ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ, എന്നേക്കാൾ കൂടുതൽ വേറെ ആൾക്കാരും പ്രിയപ്പെട്ടതായിട്ട് ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ അച്ഛൻ എന്തൊക്കെയാണ് പറയണത്, അച്ഛനേക്കാൾ കൂടുതൽ പ്രിയപ്പെട്ടതായിട്ട് എനിക്ക് വേറെ ആരാണുള്ളത്? ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, സമയം വരട്ടെ ഞാൻ പറയാം. അപ്പോൾ മനുവിനെക്കുറിച്ചാണ് ബാലചന്ദ്രൻ ഉദ്ദേശിക്കുന്നത്. അലീനയ്ക്ക് അത് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല, അലീന ഒന്ന് മനസ്സിലാവാത്ത പോലെ പൊട്ടം കളിക്കുകയാണ്. അങ്ങനെ എന്താണെങ്കിലും നീ നാളെ പോവാൻ റെഡി ആയിക്കോ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അലീനയും കൂട്ടിയിട്ട് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് അലീനയെ കണ്ടിട്ട് നമ്മുടെ രാജീവനും അതുപോലെ ശിവേട്ടനൊക്കെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഇവളാണോ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാൻ വരുന്നത് എന്ന് രാജീവൻ ചോദിക്കുകയാണ്. അതെ, അലീനയാണ് നിൽക്കാൻ വന്നത്, എന്താ കുഴപ്പം? എന്നാൽ ഒരു കാര്യം ചെയ്യുക, ശിവേട്ടൻ കമലട്ടത്തിയെ കൊണ്ടുവന്ന് നിർത്ത്, അല്ലെങ്കിൽ രാജീവിൻ്റെ ഭാര്യയെ കൊണ്ടുവന്ന് നിർത്ത്, പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അലീനയെ അവൾക്ക് ഇഷ്ടമല്ല, വൈജയ്ക്ക് ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാണ് അലീനയെ കൊണ്ടുവന്ന് നിർത്തുന്നത്? അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ സുനന്ദേച്ചിക്കോ അല്ലെങ്കിൽ സുലോചനയ്ക്കോ വന്ന് നിൽക്കാലോ ചോദിക്കുമ്പോൾ അവർക്കൊക്കെ ഓരോ കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ട്, എല്ലാം ഒഴിഞ്ഞ് ഇവിടെ വന്നിങ്ങനെ ഏത് സമയം നിൽക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയണം. പിന്നെ ഒരു ഹോം നേഴ്സിനെ വെക്കണം എന്ന് പറയുമ്പോൾ എന്തിനാണ് വേറൊരു ഹോം നേഴ്സ്? അലീന ഒരു ഹോം നേഴ്സായിട്ടല്ലേ നമ്മുടെ വീട്ടിലേക്ക് വന്നത്, അതുകൊണ്ട് അലീന നോക്കിയാൽ മതി വൈജയെ. ആരൊക്കെ നോക്കിയാലും ശരിയാ വൈജയെ അലീന നോക്കുന്നത് പോലെ വേറെ ആരും നോക്കത്തില്ല എന്ന് ബാലചന്ദ്രൻ പറയാണ്. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? അലീന നോക്കുന്നത് പോലെ നോക്കത്തില്ല എന്ന്? എന്നാൽ ബബിതയെ കൊണ്ടുവന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിക്കണം. ബബിതയെ നിങ്ങളൊക്കെ കൂടി കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോയേക്കല്ലേ, എന്നാൽ ബബിതയെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്ക്, ബബിതയോട് ചോദിക്ക് അമ്മയെ പരിചരിക്കാനായിട്ട് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അറിയാം ബബിതയുടെ മറുപടി എന്താണെന്നുള്ളത്. എനിക്ക് എൻ്റെ മക്കളുടെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, അത് വൈജയ്ക്കും അറിയാം ആരൊക്കെ എന്തൊക്കെ ചെയ്യും എന്നുള്ളത്. തൽക്കാലം ഇവിടെ ഞാൻ പറയുന്നത് മാത്രമേ നടക്കത്തുള്ളൂ. അലീനയാണ് വൈജയ്ക്ക് ബൈസ്റ്റാൻഡറായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് എന്ന് പറയണം. അങ്ങനെ അലീനയും കൂട്ടിയിട്ട് വൈജയെ കാണാനായിട്ട് ബാലചന്ദ്രൻ അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ അകത്തേക്ക് കയറുന്ന സമയത്ത് അലീനയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. അമ്മയെ കാണുമ്പോൾ അമ്മ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? തൽക്കാലം സംസാരിക്കാനൊന്നും പറ്റത്തില്ല, അതിൻ്റെ ഒരു സമാധാനം ഉണ്ടെന്ന് വഴക്ക് പറയത്തൊന്നുമില്ലല്ലോ, എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വൈജയ് ബൈസ്റ്റാൻഡറായിട്ട് അലീനയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്, അലീനയാണ് ഇന്നു മുതൽ നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സിസ്റ്റർ അലീനയോട് ചോദിക്കുന്നുണ്ട്, ഇവരുടെ മകളാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയാണ് അലീന. ഇവരുടെ മൂത്ത മകളാണോ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. വൈജയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഇങ്ങോട്ട് ദേഷ്യം വരിക കേട്ടോ. വൈജയന്തി കണ്ണുരുട്ടി കൊണ്ടാണ് അലീനയെ നോക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അലീന അതേ എന്ന് തന്നെയാണ് വീണ്ടും പറയുന്നത്, അല്ലാതെ അതിന് തിരുത്തി പറയാനൊന്നും നിൽക്കുന്നില്ല. അങ്ങനെ സിസ്റ്റർ പോയതിന് ശേഷം അലീന വൈജയന്തിയുടെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ എത്രത്തോളം ഭംഗിയായിട്ട് നോക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ഞാൻ നോക്കും, എന്നോടുള്ള വാശിയും ദേഷ്യമൊക്കെ മാഡത്തിൻ്റെ മനസ്സിലിരുന്നോട്ടെ,
പക്ഷേ ഇന്ന് മുതൽ ഞാൻ മാഡത്തിൻ്റെ മകളാണ് ഇവിടെ ഹോസ്പിറ്റലിൽ. ആ അമ്മയുടെ ഒരു അമ്മയെ മകൾ എങ്ങനെ നോക്കുന്നു, എങ്ങനെ പരിചരിക്കുന്നുവോ അതേപോലെ തന്നെ ഞാൻ അമ്മയെ നോക്കും എന്ന് പറയാട്ടോ. വൈജയ്ക്കാണെങ്കിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട്. ആ സമയത്ത് അലീന അങ്ങനെ മനസ്സിൽ പറയുന്നത്, ഞാൻ അമ്മയുടെ സ്വന്തം മകളാണ് അമ്മേ, അമ്മയെ നോക്കാൻ എനിക്കല്ലാതെ മറ്റാർക്കാണ് പറ്റുക, അമ്മ ആദ്യം പ്രസവിച്ചത് എന്നെയാണ്, ആ അമ്മയുടെ കടിഞ്ഞൂൽ സന്തതിയാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൈജയ്ക്കാണെങ്കിൽ അലീന ഇങ്ങനെ എന്തൊക്കെയോ പിറുപിറുക്കുന്നത് പോലെ തോന്നിയിട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അമ്മ എൻ്റെ അമ്മ തന്നെയാണ്, ഞാൻ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്, അവർ 3 പേരും എൻ്റെ സഹോദരങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല, അമ്മയെ ഞാൻ പൊന്നു പോലെ തന്നെ നോക്കും എന്നൊക്കെ അലീന പറയുമ്പോൾ ഈ അമ്മ 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 എന്ന് കേൾക്കുമ്പോൾ തന്നെ വൈജയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. കാരണം ഏതോ ഒരു അവിഹിത സന്തതിയാണ് അലീന വൈജയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു പെണ്ണ് വന്നിട്ട് തന്നെ അമ്മ എന്ന് വിളിക്കുമ്പോൾ വൈജയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വൈജയന്തി ഒന്നും മിണ്ടാൻ പറ്റത്തില്ലല്ലോ, കാരണം മൊത്തം കെട്ടിവെച്ചേക്കല്ലേ, താടിയിലൊക്കെ പൊട്ടിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഒന്നും മിണ്ടാതിരിക്കണം. ആ സമയത്ത് അലീന വീണ്ടും പറയുന്നുണ്ട്, ഒന്നും പേടിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, ഒരു കുഴപ്പം വരാതെ ഞാൻ എല്ലാം ഭംഗിയായിട്ട് നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അലീന വൈജയ്ക്ക് വേണ്ട സഹായങ്ങളൊക്കെ അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർമാർ വരുമ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലായതുകൊണ്ട് സിസ്റ്റർമാർ തന്നെ എല്ലാം ചെയ്തു കൊടുക്കും. എന്നാലും കൂട്ടിനൊരാൾ എന്നുള്ള രീതിയിലാണ് അലീന അവിടെ നിൽക്കുന്നത്. അങ്ങനെ മരുന്നൊക്കെ കൊടുത്ത സമയത്ത് വൈജയന്തി ഉറങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്താണ് നമ്മുടെ രേവതിക്കുട്ടിയുടെ ഫോൺ വരുന്നത് അലീനയ്ക്ക്. അങ്ങനെ അലീന ഫോൺ എടുത്തിട്ട് രേവതിക്കുട്ടിയോട് സംസാരിക്കുകയാണ്. രേവതിക്കുട്ടിയോട് ആ റൂമിൽ വെച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് അലീന ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയണം, മാഡത്തിന് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാണ്. എന്താ ചേച്ചി പറ്റിയത്, അമ്മയ്ക്ക് വലിയ സീരിയസ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതേ മോളെ, അമ്മ കുറച്ച് പ്രശ്നത്തിലാണ്, 2 കാലിനും ഫ്രാക്ചർ ഉണ്ട്, അതുപോലെ ഇടത്തെ കൈ ഒടിഞ്ഞിട്ടുണ്ട്, അതുപോലെ താടിയെല്ലിനും തലയ്ക്കൊക്കെ പരിക്കുണ്ട്, കുറച്ച് നാളത്തേക്ക് എഴുന്നേറ്റ് നടക്കാനോ എന്തെങ്കിലും ചെയ്യാനോ സംസാരിക്കാനോ തല അനക്കാനോ ഒന്നും പറ്റത്തില്ല എന്ന് പറയാണ് അലീന. എന്നാലും കഷ്ടമായി പോയല്ലോ ചേച്ചി, എങ്ങനൊരു അവസ്ഥ, ഞാൻ കാരണമാണ് മോളെ എൻ്റെ അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നത് എന്നിങ്ങനെ പറയാണ് അലീന രേവതിക്കുട്ടിയോട്. ആ സമയത്താണ് വൈജയന്തി ഉറക്കം ഉണരുന്നത് കേട്ടോ. അപ്പോൾ ഉറക്കത്തിൽ മെല്ലെ ഇങ്ങനെ ഉണരുന്ന സമയത്ത് വൈജ കേൾക്കുന്നത് അലീന ആരോടോ ഫോണിൽ സംസാരിക്കുന്നതാണ്. അപ്പോഴും അലീന അമ്മ അമ്മ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വൈജയ്ക്ക് ദേഷ്യം വരികയാണ്. വൈജ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, ഇവൾ എന്തിനാണ് എല്ലാവരോടും അമ്മയാണ് മകളാണ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്, ഞാൻ ഇവളുടെ അമ്മയാണോ, ഏതോ ഒരുത്തിക്ക് അവിഹിതത്തിൽ പിറന്ന ബാലചന്ദ്രന് ഏതോ ഒരുത്തിയിൽ പിറന്ന മകളല്ലേ ഇവളെന്നിട്ട് എന്നെ അമ്മ എന്ന് പറയുന്നോ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലിങ്ങനെ ദേഷ്യം ഇങ്ങനെ കാണിക്കുകയാണേ. ആ സമയത്ത് അലീന അറിയുന്നില്ല വൈജ ഉണർന്ന കാര്യം. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അമ്മയല്ലേ മോളെ, ഞാൻ പൊന്നു പോലെ നോക്കും എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ വീണ്ടും വൈജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. പൊന്നു പോലെ നോക്കും പോലും, അവളുടെ അമ്മയാണ് പോലും, കുമ്മയാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയണം. അപ്പോൾ പിന്നീടും വൈജയന്തിയെക്കുറിച്ച് തന്നെ അലീന ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളും അമ്മയെ കാണാനും സംസാരിക്കാനും മാത്രമേ എനിക്ക് പറ്റിയിട്ടുള്ളൂ മോളെ. ഇത്രയും നാളും ഞാൻ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് അനുസരിച്ച് ആ വീട്ടിൽ അങ്ങനെ താമസിച്ചു വരികയായിരുന്നു. പക്ഷേ ഇന്ന് മുതൽ എനിക്ക് അമ്മയെ തൊടാം, അമ്മയുടെ ചൂട് നോക്കാം, അതായത് അമ്മയുടെ ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു ചൂടുണ്ടല്ലോ അത് എനിക്ക് അനുഭവിക്കാൻ കഴിയും മോളെ എന്നിങ്ങനെ പറയണം. എന്താണെങ്കിലും എന്നെ പ്രസവിച്ച സ്ത്രീയല്ലേ മോളെ, എൻ്റെ അമ്മയല്ലേ, എൻ്റെ സ്വന്തം അമ്മയല്ലേ, എനിക്ക് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ അലീന ഇങ്ങനെ പറയണം. അത് കേട്ടതും വൈജയന്തി ആകെ ഷോക്കായി പോവാട്ടോ. എന്താ ഇവൾ പറയുന്നത്, ഇവൾ പ്രസവിച്ച സ്ത്രീയാണെന്നോ, ഏതോ ഒരുത്തി പ്രസവിച്ചത് എൻ്റെ മകളാണെന്നോ എന്നൊക്കെ പറഞ്ഞ് അലീനയെ പറ്റിയിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും പുറത്തേക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ, മൊത്തം കെട്ടി വെച്ചേക്കല്ലേ. അപ്പോൾ അലീനയാണെങ്കിൽ വൈജയന്തി ഉണർന്ന കാര്യങ്ങളൊന്നും അറിയുന്നുമില്ല. അപ്പോൾ വൈജയന്തി ഇങ്ങനെ അവിടെ തന്നെ കിടന്ന് കേൾക്കണം. ആ സമയത്ത് അലീന വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് സന്തോഷമുള്ള മോളെ എൻ്റെ അമ്മയെ നോക്കാനായിട്ട്. എൻ്റെ മമ്മി പോയതിന് ശേഷം എനിക്ക് മമ്മി തന്ന ഒരു നിധിയാണ്, മമ്മി എനിക്ക് പറഞ്ഞു തന്ന ഒരു നിധി തന്നെയാണ് എൻ്റെ അമ്മ. ഒരു പക്ഷേ മമ്മി എന്നോട് ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ ഞാൻ ഒരിക്കലും ഈ സത്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇവൾ എന്തൊക്കെയാണ് പറയണത്, എന്ത് സത്യങ്ങൾ അറിയത്തില്ല എന്ന്, ഏത് മമ്മി എന്നൊക്കെ വൈജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ആ സമയത്ത് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അപ്പോൾ
ഇപ്പം മനുവേട്ടനും അറിഞ്ഞില്ലേ സത്യങ്ങളൊക്കെ, ബാലചന്ദ്രൻ അങ്കിളും അറിഞ്ഞു. ഇനിയിപ്പോൾ മറ്റുള്ളവരൊക്കെ അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല മോളെ, അച്ഛൻ എന്തെങ്കിലും കാണിക്കട്ടെ. അച്ഛനല്ലേ എല്ലാ കാര്യങ്ങളും ഈ ഒരു രീതിയിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. പാവം അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് എന്ന് പറയണം. അത് കേൾക്കുമ്പോഴും വൈജയ്ക്ക് ദേഷ്യം വരികയാണ്. ഒരച്ഛൻ വന്നേക്കുന്നു, അവിഹിതത്തിൽ ജനിച്ചതും പോലെ നാട്ടുകാർക്ക് മുന്നിൽ അച്ഛനും മകളുമായിട്ട് കൊണ്ട് നടക്കുകയാണ് എന്നൊക്കെ മനസ്സിലിങ്ങനെ പിറുപിറുക്കാണ് വൈജ. അപ്പോൾ അലീന പറയുന്നുണ്ട്, മോളെ എന്നെ ഇങ്ങനെ മകളാക്കിയതിലൂടെ ഏറ്റവും കൂടുതൽ അപമാനം സഹിക്കുന്നത് അച്ഛനാണ്. ഒരു തെറ്റും ചെയ്യാത്ത ആ പാവം മനുഷ്യനാണ് എല്ലാ അപമാനവും തൻ്റെ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ വൈജ സംശയത്തോട് കൂടിയിട്ട്, ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനോ, കണ്ടവൾമാരുടെ കൂടെ അഴിഞ്ഞാടിയിട്ട് ഒരു കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് ഒരു തെറ്റും ചെയ്യാത്തതെന്നോ, എന്തൊക്കെ ഇവൾ ഈ പുലമ്പുന്നത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. ആ സമയത്ത് അലീന ഇങ്ങനെ തുടരുന്നുണ്ട്, അച്ഛൻ സ്വയം ഏറ്റെടുത്തതാണ് മോളെ ഈ അപമാന ഭാരം. ഒരു പക്ഷേ അച്ഛൻ എല്ലാ സത്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? ഇതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ സംഭവിക്കുക എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അപകടത്തിലല്ലേ ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ ഇത് പറ്റിയത്. ഒരു പക്ഷേ സത്യങ്ങളെല്ലാം അറിയുന്ന സമയത്ത് അമ്മ ഒരു പക്ഷേ ആത്മഹത്യ ചെയ്തേനെ, ആ ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായേനെ. അല്ലെങ്കിൽ മക്കളൊക്കെ എല്ലാ കാര്യങ്ങളും അറിയുമല്ലോ എന്ന് ഭയന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയേനെ. അതൊന്നും ഉണ്ടാവാതിരിക്കാനാണ്. എന്നാലും അച്ഛനെ സമ്മതിക്കണം മോളെ, അച്ഛൻ ഇത്രയൊക്കെ ആയിട്ടും എല്ലാം സഹിച്ച് ജീവിക്കുന്നുണ്ടല്ലോ. ജീവിതത്തിൽ ഒരു സന്തോഷം പോലും അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അമ്മയുടെ സ്വഭാവം എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്നൊന്നും എനിക്കറിയില്ല. ഒരു പക്ഷേ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ച ആ കൈപ്പേറിയ കാര്യങ്ങളായിരിക്കാം എന്നിങ്ങനെ അലീന പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്ന കാര്യങ്ങളൊക്കെ കൂടി കേട്ടിട്ട് വൈജയ്ക്ക് ആകെ ഒരു കൺഫ്യൂഷനാണ്. എന്താണ് ഇവൾ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ പുലമ്പുന്നു, വ്യക്തമായിട്ടിട്ട് കേൾക്കാനും പറ്റുന്നില്ല. വൈജയന്തി ആണെങ്കിൽ ആകെ ഷോക്കായിട്ട് ഇവൾ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ബാലചന്ദ്രൻ തന്നോട് എന്തിനാണ് കള്ളം പറഞ്ഞത്? ബാലചന്ദ്രൻ്റെ മകളല്ലേ അപ്പോൾ അലീന? പിന്നെ അലീന ആരുടെ മകളാണ്? ഇവൾ അമ്മ അമ്മ എന്ന് പറയുന്നത് ആരെയാണ്? എന്നെയാണോ? എൻ്റെ അപ്പോൾ വൈജയന്തിക്കൊരു ഷോക്ക്, ഒരു മിന്നൽ പോലെ ഉള്ളിലൂടെ ഒരു കടന്നു പോവാണ്. അപ്പോൾ അവൾ ഓർക്കുന്നുണ്ട്, ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നല്ലോ, പക്ഷെ ആ കുഞ്ഞ് മരിച്ചുപോയി എന്നാണ് എല്ലാവരും അന്ന് പറഞ്ഞത്. പക്ഷേ പിന്നെ ഇവൾ ആരാണ് ശരിക്കും എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി ഓർക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണ് പെട്ടെന്ന് സിസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ സിസ്റ്റർ വരുന്ന സമയത്ത് അലീന ഫോൺ പിടിച്ചുകൊണ്ട് തിരിയുന്ന സമയത്ത് കാണുന്നത് വൈജയന്തി കണ്ണ് തുറന്ന് അലീനയെ തന്നെ നോക്കി നിൽക്കുന്നതാണ്. ഭയങ്കര ഷോക്കായി പോവാണ് അലീന ആകെ പേടിച്ച് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ വൈജയന്തി എല്ലാം കേട്ടോ എന്നൊക്കെയുള്ളൊരു ടെൻഷനിലാണ്. മോളെ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്. ഫോൺ വെച്ചിട്ട് അലീന വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കാതെ ഇങ്ങനെ മാറി നിൽക്കണം. വൈജയന്തിക്കാണെങ്കിൽ ഒന്നും ചോദിക്കാനും പറ്റത്തില്ലല്ലോ, ആരാണ് എന്താ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. വൈജയന്തിക്ക് മുഖം കൊടുക്കാതെ അലീന പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ സിസ്റ്റർ വന്നിട്ട് വൈജയന്തിക്ക് വേണ്ട മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്താണെങ്കിൽ അലീന അവിടെ നിന്ന് പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അലീന ആകെ ഭയന്നു പോകണം. ഇനിയിപ്പോൾ എന്തായിരിക്കും, അമ്മ കേട്ടിട്ടുണ്ടാവും എന്നൊക്കെ ഓർത്തിട്ട്. എന്നിട്ട് വീണ്ടും രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. മോളെ ഞാൻ ആ സമയത്ത് ഫോൺ വെച്ചത് സിസ്റ്റർ വന്നിരുന്നു, പക്ഷെ അത് മാത്രമല്ല വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എന്താ ചേച്ചി എന്ന് ചോദിക്കുകയാണ് രേവതിക്കുട്ടി. അതെന്താണെന്നറിയോ, ഞാൻ ഫോൺ പിടിച്ച് തിരിയുന്ന സമയത്ത് അമ്മ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ സംസാരിച്ചത് എങ്ങാനും അമ്മ കേട്ടോ ആവോ? അമ്മ മരുന്ന് കഴിച്ച ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ നിന്നെ വിളിച്ചത്. എനിക്ക് ആകെ പേടിയാവുന്നു. അമ്മ എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവോ? ചേച്ചി അത് ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാണ്. ചിലപ്പോൾ ആ സമയത്ത് ഉണർന്നിട്ടുണ്ടായിരിക്കുള്ളൂ, അതുകൊണ്ടായിരിക്കും സിസ്റ്റർ അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അതൊന്നും പ്രശ്നം ഉണ്ടാവത്തില്ല, അമ്മ കേട്ടിട്ടൊന്നും ഉണ്ടാവത്തില്ല എന്ന് അലീനയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ രേവതിക്കുട്ടി. അങ്ങനെ പിന്നീട് അലീന റൂമിലേക്ക് തന്നെ കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സിസ്റ്റർ പോയിട്ടുണ്ടായിരുന്നു. വൈജയാണെങ്കിൽ അപ്പോഴേക്കും മയക്കത്തിലേക്ക് പോയിട്ടുണ്ടായി. അപ്പോൾ അലീന അടുത്തിരുന്നിട്ട് വൈജയന്തിയുടെ തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. കൈ പിടിച്ചിട്ട് വൈജയന്തിയുടെ തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സങ്കടവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരു ഭാവത്തോട് കൂടിയിട്ട് വൈജയെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അലീന.